അളിയൻസ്. എവിടെ പോയി കിടക്കണം ഈ മനുഷ്യൻ? മനുഷ്യൻ ഇച്ചിരി സ്വസ്ഥത കിട്ടുന്നത് ടോയ്ലറ്റ് ഇരിക്കുമ്പോൾ അപ്പോഴും തുടങ്ങി കീറ്റോ 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 എന്ന് പറഞ്ഞു. എന്ത് കീറ്റോയ്ക്ക് എന്ത് പറ? മനുഷ്യന് ഒരിടത്തും സമാധാനം തരരുത്. എന്തിനാ ഇവന്റെ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കണം? അത് പറയാൻ വേണ്ടിട്ടാ വിളിച്ചത്. ഒരു സമ്മേളനത്തിന് പിള്ളേരെയൊന്നും കൊണ്ടുപോകൂല. സമ്മേളനത്തിനല്ല, പിന്നെ ഞാനും അവനും കൂടി അമ്മായിയുടെ അടുത്ത് പോവാ. നീ അവനും കൂടെ അമ്മായിടുക? ഓ, അപ്പൊ സമ്മേളനത്തിന് നീ വരണില്ലേ? നീ എന്തോന്ന് കളിക്കല്ലേ തങ്കം? എല്ലാ നേതാക്കന്മാരും ഭാര്യയും കൊണ്ടവിടെ വരും. ഞാനത് പറഞ്ഞു നീ ഉണ്ടാവൂന്ന്. എനിക്ക് വരാൻ പറ്റൂലെന്നേ. നിനക്കെന്ത് ഗുരു? എനിക്കൊരു ഗുരുവില്ല. പിന്നെന്താ കുഴപ്പം? നീ കളിക്കരുത് തങ്കം, മര്യാദയ്ക്ക് വന്നോളണം. ക്ലീറ്റപ്പ് എനിക്ക് വയ്യെങ്കിൽ എനിക്ക് വരാൻ പറ്റുമോ? നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞാ മതി. അയ്യോ, പിന്നെ നിന്റെ തോന്നിയാസം കാണിക്കരുത്. സമ്മേളനത്തിന് ഞാൻ അവിടെ ഒരു ചെയർ അവിടെ നിനക്ക് വേണ്ടി പേര് എഴുതിയാണ് അവിടെ മാറ്റിയിടുന്നത്. ആ പേര് വേറെ ആരെങ്കിലും എടുത്തു. എന്റെ ക്ലീറ്റോ അമ്മായിക്ക് വയ്യാന്ന് എന്നെ ഇപ്പൊ വിളിച്ചെന്ന്. അമ്മായിക്ക് ഇപ്പൊ എന്തൊരു കുഴപ്പം? അമ്മായിയുടെ കാല് വെച്ചിരിക്കുക. ആ കിളവിക്ക് ഇതിന്റെ ജോലി. ഒന്ന് അമ്മാവിനെ എടുത്തിട്ട് അല്ലെങ്കിൽ കാല് വെട്ടിട്ട് ഇത് ആരോടെങ്കിലും തെറ്റിയില്ലെങ്കിൽ അവർക്ക് സമാധാനമില്ല. നീ കളിക്കല്ലേ, നീ വന്നേ പറ്റുള്ളൂ തങ്കം. നിങ്ങൾ വല്ല ജോലിക്കാണ് പോണത്? ഈ പാർട്ടി പരിപാടി പോയിട്ട് വായി വളർന്നിരിക്കാൻ വേണ്ടിട്ടല്ലേ? പാർട്ടിയും പാർട്ടി പരിപാടി നീ മോശമായിട്ട് കാണരുത്. അതിൽ നിന്നാണ് നമ്മൾ അന്നം ഉണ്ണണത്. എപ്പ ഉണ്ട്? ആരുണ്ട്? എന്റെ പള്ള അറിഞ്ഞ നിനക്കൊന്നും അറിയില്ലടി. ഇല്ലെങ്കിൽ നീക്ക് ഇങ്ങനെ തന്നെ പറയും. ആ ശരി, എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് അമ്മായിയുടെ അടുത്ത് പോകണം. അമ്മ വിളിച്ചാൽ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അമ്മ വന്നില്ലെങ്കിൽ ഞാൻ വരും സമ്മേളനത്തിന്. അയ്യോ, സമ്മേളനത്തിന് എടാ, ആദ്യം സമ്മേളനം ഒന്ന് പറയാൻ പഠിക്കും, എന്നിട്ട് നിന്റെ സമ്മേളനത്തിനുണ്ടോ? ഞാനൊരു കാര്യം പറയാം. സമ്മേളന നഗരിയിൽ ഞാൻ ഏതെങ്കിലും ഒരുത്തിയും വിളിച്ചോണ്ട് പോയി എന്ന് അറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാൻ വരരുത് കേട്ടാ. അപ്പൊ അറിയാം. അതിനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിലേ എന്നേ നിങ്ങൾ വല്ല മന്ത്രിയോ MLA ആയേനെ. ഞാൻ വൈകാതെ പ്രധാനമന്ത്രി ആവുകയാണ്. അറിയുള്ളൂ. നീങ്ങ് വന്നേ. ഇനി മേലാല് പാർട്ടി പരിപാടി എന്ന് പറഞ്ഞ് നീ എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ നീ എന്തിനാ ഡാഡിയുടെ കൂടെ പാർട്ടി പരിപാടിക്ക് പോക്കോളാന്ന് പറഞ്ഞത്? ആ പാർട്ടി നിന്റെ ജീവിതത്തിൽ ഇല്ല. പാർട്ടി പരിപാടിക്ക് പോണം വന്നേക്കുന്ന പാർട്ടി എന്നും പറഞ്ഞു. എടാ അതെ, ഞങ്ങളെ ഒന്ന് ഇവിടെ പോയിട്ട് വരുവാ. എവിടെ? എന്തുവാ? അല്ല, ഇത് കുഞ്ഞിന്റെ ഡ്രസ്സ് നന്നായിട്ട് അടുക്കി വെച്ചേക്കുന്നല്ലോ. ആ, എവിടെ പോന്നു? അമ്മായിയുടെ അടുത്തോ. അമ്മായിക്ക് വയ്യ. ആണോ? ആ, മച്ചമ്പി കൊല്ലത്തോ എന്തോ സമ്മേളനത്തിന് വന്നു പറഞ്ഞു. എവിടെ? എറണാകുളത്തോ? നിങ്ങളൊന്നും വരത്തില്ലേ അപ്പം? അയ്യോ, നിങ്ങൾ വരാതിരുന്നാ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് എങ്ങനെ ഇവിടെ? മേളിലും ആളുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ അങ്ങനെ നിൽക്കും. നീ ഇപ്പൊ സങ്കടമാണോ കാണിച്ചത്? കാണിച്ചല്ലോ. അതാ സങ്കടം. പല രീതിയിൽ സങ്കടം പറയും. ചിലരിങ്ങനെ കരഞ്ഞു കാണിക്കും, ചിലരിങ്ങനെ. പക്ഷെ യൂത്ത് ഇപ്പൊ ഇങ്ങനെ കാണിക്കും. ഞാനൊരു കാര്യം ചെയ്യാം. സങ്കടമാണല്ലോ നിനക്ക്, നല്ല സങ്കടം പറ്റും. റോസ്മേരിനെ ഇങ്ങോട്ട് വിളിക്കാം. ഞാനിവിടെ ഇല്ല. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഒറ്റയ്ക്ക് കിടക്കണൊക്കെ കൊള്ളാം. നിന്റെ കള്ളുകൂടിയും ബഹളം ഈ പെരക്കകത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അടുക്കള ഞാൻ പൂട്ടിക്കൊണ്ടേ പോവുള്ളൂ. റൊണാൾഡോ, ഞാൻ എന്തെങ്കിലും കഴിക്കണ്ടേ? അവിടെ പോയി കിടക്കണം. നിന്റെ പെങ്ങളുണ്ടല്ലോ അവിടെ. അവിടുന്ന് ഹർച്ചന്ദ്രൻ IPS ഉള്ള ദിവസമില്ലേ? നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ യാത്രക്ക് ഞാൻ ഒരു തടസ്സമാവുന്നില്ലേ? ഒരു കാര്യം ചെയ്, 2 ഷർട്ട് എടുത്തു നോക്കി. എനിക്ക് എന്തായാലും ഒരു കൂട്ടില്ല, നീയും കൂടെ. അല്ല, അത് പറ്റത്തില്ല. എനിക്ക് രാവിലെ വർഷപ്പിൽ പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നാമത് അമ്മ മദ്യപിക്കാൻ നിർബന്ധിക്കും. ഇല്ല, ഞാൻ ഇങ്ങോട്ട് പാടാൻ കുഴപ്പമില്ല. നിങ്ങൾ പോയിട്ട് വാ. അല്ല, ഞാൻ വായനശാല അവിടെ വരെ ഞാൻ വരാം. അവിടെ നല്ല ഓട്ടോ വിളിച്ച് പോകും. റൊണാൾഡിന് വരണോന്ന് നിങ്ങളുടെ കൂടെ. എവിടെ? എപ്പ? പാർട്ടി പരിപാടിക്ക്. നീ മണ്ണി പോയി കളിക്കരുത്. ഞാൻ വരുമ്പോഴും ഇങ്ങനെ തന്നെ നിക്കണം കേട്ടോ. ആ, ഞാൻ ഉടുപ്പ് മാറിയിട്ട് വരാം. ഇപ്പൊ തന്നെ പോകാവേ. ആ ഇല്ലില്ല, എനിക്ക് നാഗർകോവിൽ സ്പെഷ്യൽ ഡ്യൂട്ടി അല്ലേ. ഞാൻ സഹായസൊക്കെ ഉണ്ട്. അത് ഇല്ല, മറ്റന്നാൾ രാവിലെ എത്തും ഞാൻ. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഒരു ഉച്ചയോടെ അടുപ്പിച്ച് ഫാമിലി ആയിട്ട് വന്നാൽ മതി. ഇവിടെ ഞാൻ ലില്ലിയുണ്ട്. ആ പിന്നെ അയ്യോ ഇല്ല, പിന്നെ മോശമായി പോവും. ഇല്ല, അവിടെ തിരിച്ചടിച്ചിരിക്കുക. എല്ലാവരും കാണാമല്ലോ. അതൊക്കെ വല്ലപ്പാട് കിട്ടുന്ന അവസരമല്ലേ. ശരി, അപ്പോൾ പറഞ്ഞ പോലെ വേറെ മാറ്റമൊന്നുമില്ല. മറ്റന്നാൾ ഉച്ചയാകുമ്പോൾ നിങ്ങളിങ്ങനെ വന്നാൽ മതി കേട്ടോ. ആ ശരി. സുരേഷിനെ വിളിച്ചത് മറ്റന്നാൾ എപ്പോൾ പോകണം, എങ്ങനെ പോകണം എന്നൊക്കെ ചോദിച്ചിട്ടേ. അവർ ഒരു ഉച്ച കഴിയുമ്പോൾ വരും. ഞാൻ രാവിലെ എത്തൂലടി. അപ്പോൾ ഉച്ച കഴിയുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നേരെ പോയി. ആ കൊള്ളാം. വെള്ളയാ? അപ്പോൾ ഞാൻ അനുസരിച്ചുള്ള സാധനം ഇടാം. അല്ലെങ്കിൽ ഇതുണ്ട്. പിന്നെ ഇതിലുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള കേട്ടോ. റൊണാൾഡോ അടുത്ത് പറഞ്ഞ എങ്ങും പോകേണ്ടത്. നാളെ ഞാൻ ഇവിടെ ഇല്ലാത്തതാണ്. അപ്പുറത്തും ആരുമില്ല. മനസ്സിലായല്ലേ? ആ പെണ്ണ് ഭയങ്കര മോഡേണായ ചേട്ടാ. രമ്യേ, ഇടി വിശ്വസിക്കൂല. പണ്ട് നമുക്കറിയാന്നല്ലേ, സാർ നമ്മളിവിടെ ഉണ്ടായിരുന്നില്ലേ? അന്ന് വന്നാൽ തന്നെ നമുക്ക് കണ്ടാ അറിയാൻ പറ്റും. ഒരു 10 പെൺകുട്ടികൾ ഇന്ന് ഇത് പാലക്കാട് വന്ന നാടൻ പെണ്ണല്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു പെണ്ണായിരുന്നു.
ഇപ്പൊ കണ്ടാ നമ്മുടെ മുത്തിന്റെ ചേച്ചിന്നേ തോന്നുള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. എന്റെ പ്രായമൊക്കെ വരുത്. എന്റെ പ്രായമുണ്ട്. പക്ഷെ കണ്ട അത് വേഷം. അന്ന് കണ്ട ആളേ അല്ല. അതായത് എന്താ വേണ്ടത്, പ്രത്യേകതരം മോഡേൺ വേഷങ്ങളാ. മോഡേൺ വേഷങ്ങൾ ചിലർക്ക് ഭയങ്കരമായിട്ട് ചേരും. പ്രായം പകുതിയുടെ പകുതിയായിപ്പോയി. സൂപ്പറാ, എല്ലാവരും അത്ഭുതപ്പെട്ടത്. സഹായസൊക്കെ പറഞ്ഞു. ഇത് ഞാൻ വിചാരിച്ച മോളാണെന്ന് നമ്മുടെ സന്ധ്യ സാറിനെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് വിളിച്ചാ നീ കേട്ടാ? അവിടെ ഇല്ലേ? അവിടെ വിളിച്ച് റൊണാൾഡേ എടാ ഇറങ്ങി വന്നേ. ആ ചേച്ചനോട് ഞാൻ പറഞ്ഞോളാം. അല്ല, എവിടെ പോണു നീ? പണിയുണ്ട്. ഡേയ് എവിടെ പോണു? പണിയുണ്ട്. നമ്മുടെ വായനശാലയുടെ ഒരു വണ്ടി ഇരിക്കുന്നു. ഇന്ന് ചെയ്യണ്ട. ഇന്ന് ചെയ്യണ്ടേ? അമ്മ രാവിലെ വിളിച്ച് അങ്ങോട്ട് പറയാ. അന്നില്ല, കുഴപ്പമില്ല. നീ ഇപ്പൊ എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണോ നീ? അല്ല ചേച്ചൻ പോട്ടെ, എന്നിട്ട് വരുമല്ലോ. വേണ്ട വേണ്ട വേണ്ട, ഇന്നെങ്ങും പോണ്ട. നീ ഒരു കാര്യം ചെയ്യ്. ഒന്ന് പോയിരുന്നാലേ ഒരു പ്രശ്നമുണ്ട്. എന്താ? ഈ പണിയുടെ പേരും പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ അയാടെ നിന്നൊരു 500 തന്നെ മേടിച്ചായിരുന്നു. ഈ പണിക്കൂലി കിട്ടുമ്പോൾ വേണം അത് കൊടുക്കാൻ. അത് നാളെ കൊടുക്കാമല്ലോ. നീ ഇപ്പൊ മേടിച്ചു. പെട്ടെന്ന് പോയി ചെയ്തിട്ട് വരട്ടെ. അതല്ല, യവൻ പോയാ അതുവഴി അങ്ങ് പോവും. എടാ ഞാനേ നാഗർകോവിൽ ഒരു സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഞാൻ ഇന്ന് വരൂല. ഇവിടെ ആളില്ല, അവിടെ ആളില്ല, അറിയാലോ. അല്ല ഞാൻ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളു. ഇവിടെ വൈകിട്ട് ഇങ്ങോട്ട് വരത്തില്ലേ? വൈകിട്ട് വരുന്നതല്ല, നീ പോണ്ടെന്നേ. പണിക്ക് വരുന്ന ഈ പൈസ കൊടുക്കാനുള്ള. ഒരു കാലത്ത് പണിക്ക് പോകാൻ എനിക്ക് ഇന്ന് വലിയ അത്യാവശ്യം തന്നെ. എടാ അല്ല ഇതില മറ്റേ പൈസ വരുമ്പോ കൊടുക്കണ്ടേ? എവിടെ വരും? ഇവിടെ വരും. എന്റെ പൈസ ഒന്നുമില്ല. അല്ല ഒരു 100 രൂപ ഉണ്ട്. 400 രൂപ മതി. വലിയ പാടേനടേ. വേറെ പണിയൊന്നുമില്ലേ? റൊണാൾഡോ ചേച്ചൻ പോയിട്ട് വരട്ടെ. അല്ല വീട്ടിൽ ആള് വേണം, കാവല് വേണമല്ലോ. അത് മച്ചൻ പറഞ്ഞാൽ കറക്റ്റാ. ഒന്നാമത് കള്ളന്മാരും പിടിച്ചോറിക്കാരും മൊത്തം. അപ്പൊ ഇത് നാളെ പണിക്ക് പോയിട്ട് അവൻ പൈസ തരണം. അല്ല അതങ്ങനെ ശരിയാവും. ഇതിപ്പോ അർജന്റ് പണിയാന്നല്ലോ. അപ്പൊ ഞാൻ അർജന്റായിട്ട് ചെല്ലാത്തോണ്ട് അവർ അർജന്റായിട്ട് വേറെ വർക്ക്ഷോപ്പിൽ കൊടുത്ത് പണിയിപ്പിക്കുമല്ലോ. അപ്പൊ ഈ പണി പോയി. അല്ല പോയതല്ല അത്. ഞാൻ പണിക്ക് പോവാതിരിക്കുമ്പം ഉപകാരം. ശരി, എന്ത് പുല്ല ആയിക്കോട്ടെ. നീ ഒരു പറഞ്ഞ അറിയാലോ, ഇവിടെ നിന്ന് അങ്ങോട്ടും പോണ്ട, അവിടെ നിന്ന് ആരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തണ്ട. ഇല്ല കേട്ടാ, ഇന്ന് ഇനി പണിയില്ല. എടുത്താ അത് വെക്കാം. ഇതിപ്പം ഈ 400-ഉം എന്റെ 100 500 രൂപ കൊടുക്കുമല്ലോ. പിന്നെ അങ്ങനെ ഒരു നാരങ്ങ കുടിക്കണമെങ്കിൽ വേറെ പിടിഞ്ഞു തരും. നാരങ്ങല്ലെന്ന് പറഞ്ഞു. ആര്? ഞാൻ മേടിച്ചു കൊടുത്തു. പോവാൻ നോക്കിയേ പോ. ഞാൻ ഉണ്ട്. നീ ഒരുപാട് ലാവല്ലേ? അയ്യോ കിട്ടുമെന്ന് അറിയുമ്പോ ഞാനിവിടെ മേടിക്കുമ്പോ അതിനകത്ത് കൂടുതൽ താളം പറയണ്ട, കേട്ടോണ്ടെങ്കിൽ നിന്നാ മതി. അയ്യോ ഒരാൾ തരുവെന്ന് കാണുമ്പോ ഇങ്ങോട്ട് തന്നു പിന്നെയും ചോദിച്ചോണ്ടിരിക്കും. വായിട്ട് അലച്ചതാണ് മോളെ. ഒരു നാണോ ഇല്ലല്ലേ? എന്തിനു നാണിക്കണം? ഒന്നുമില്ല, പുള്ളിക്കാരന്റെ പെണ്ണുമ്പിളിക്കേ കാവിലൊരു ഗുണ്ട ഏർപ്പാടാക്കിയല്ലേ 400 രൂപയ്ക്ക്. ബൗൺസർമാരെ വെക്കണം എത്ര രൂപയാവും അറിയാവോ? ഉദ്ഘാടനത്തിന് നടിമാര് പോകുമ്പോ 10 എത്ര കൊടുത്തിട്ടാ? അങ്ങനെ നോക്കിയാൽ നിങ്ങളെ കട്ടിയോണ്ടാ ലാഭം. ഈ നാക്കില്ലായിരുന്നില്ലേ പണ്ടേക്ക് വേണ്ടി ആരെങ്കിലും തല്ലിക്കൊന്നു? അത് പോയിന്റ്. പിന്നെ മക്കളെ ഒരു 100 എടുക്കാൻ. 100 രൂപയാ? ഇപ്പഴല്ലേ ഏട്ടാ 400 രൂപ തന്നത്? അതിന്റെ കൂടെ എന്റെ ആയിരിക്കും 100 രൂപ എടുത്തില്ല അവന് കൊടുക്കണമല്ലോ. ഒരു ചെറുപ്പക്കാരൻ 1 രൂപ പോലും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കി. മോശമല്ലേ? എനിക്കൊരു മോശക്കേടും തോന്നുന്നില്ല. സപ്പോസ് വെളിയിൽ പോയി എന്തെങ്കിലും ഒരു ചായ ഒരു കടി. ഇന്ന് വെളി പോണില്ലല്ലോ, ഇന്ന് ഇവിടെ അല്ലേ, അതിനല്ലേ ഏട്ടൻ പൈസ തന്നത്. ഇവിടെ ഇനിയിപ്പോ എന്തോ ഉണ്ടാക്കി തന്നെയും ആ കടയിൽ പോയി കടുപ്പത്തി ഒരു ചായ, അത് ആ തേയിലസഞ്ചിയുടെ കറ പിഴിഞ്ഞ ഒരു ചായ കുടിക്കുമ്പോൾ എന്നെ നോക്കിയിരിക്കുന്ന പലഹാരങ്ങളെ എന്തെങ്കിലും ഞാനൊന്ന് വിഷ് ചെയ്യണ്ടേ? അപ്പൊ എങ്ങനെയാലും 19 രൂപയാവും. കടയപ്പം നിന്ന് ശീലിച്ചവർക്കേ അവിടെ പോയാലേ നിറയുള്ളൂ. അതാണ്. ഇവിടെ നല്ല ചൂട് ദോശയും സാമ്പാറും ഉണ്ട്. വാ സെറ്റ്. അങ്ങനെ അതിൻ്റെ കൂടെ ഇച്ചിരി ചമ്മന്തി ഒരു ഓംലെറ്റ് പൊളി. ഇല്ല ഒരു പൊളിയില്ല, ഇതേ ഉള്ളു. അച്ഛൻ നിങ്ങൾ വന്ന് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം അറിയണം. ബാ. വിലയുള്ള അഭിപ്രായമാണ്, വിലയാവേ? അത്ര വിലയുള്ളതല്ല. എന്റെ പൊന്നോ. എലിപ്പണം കഴിച്ചോ? അച്ഛാ ശരിക്കും ഇല്ലേ, എനിക്ക് ഈ മോഡേൺ ഡ്രസ്സൊക്കെ ചേരും. അതെനിക്ക് എപ്പോഴും ഇടുന്ന ചുരിദാറും സാരിയൊക്കെയാണോ? ലില്ലിപ്പെണ്ണിന്റെ രീതികൾക്ക് ഏറ്റവും നല്ലത് മോഡേൺ ഡ്രസ്സാണ്. അന്റെ മോഡേൺ ഡ്രസ് ഇടുവായിരുന്നല്ലോ. പണ്ട് ഇടുവായിരുന്നു, ഇപ്പൊ ഇടാറില്ലല്ലോ. ഇപ്പൊ ഇടാനൊരു ചമ്മല. എന്താ ചമ്മല്? ചേരുവന്നൊരു ഡൗട്ട്. ടൗണിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ലില്ലിയെക്കാട്ടും പ്രായമുള്ള ചില മുതുക്കമ്മച്ചിമാരും പിള്ളേരുടെ മോഡേൺ ഡ്രസ്സ് ജീൻസും ഒക്കെ ഇട്ട് ഇങ്ങനെ പോകുന്നതാണ് എന്ത് രസം അറിയും. ലില്ലിപ്പെണ്ണ് അത്ര വലിയ തടിയൊന്നും നന്നായിട്ട് ചേരും. ജീൻസും ടീഷർട്ടൊക്കെ എനിക്ക് നല്ലതായിരിക്കത്തില്ലേ? ചേരും. നല്ലതായിരിക്കത്തില്ല. 9-ലെങ്ങാണ്ട് പഠിക്കുമ്പോഴല്ലേ എന്റെ ജീൻസ് ഇട്ടോണ്ട് നമ്മള് പിന്നെ VVS ക്ലാസ്സിന് പോയിട്ട് രസോട്ട് പന്തക്കടിച്ച് ഓർമ്മയില്ലേ? ചേരും. അത് പറഞ്ഞപ്പോഴാ പണ്ട് കൊച്ചുനാളിൽ ലില്ലിപ്പെണ്ണിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നേ.
അച്ചാച്ചാ ഞാൻ മുട്ടനായിട്ട് കല്യാണം കഴിക്കുമ്പം ഞാൻ ദുബായിലുള്ള ഒരാളെ കല്യാണം കഴിക്കും, എന്നിട്ട് അവിടുന്ന് മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വരും എന്നൊക്കെ പറഞ്ഞ്. ഓ നമ്മുടെ ആഗ്രഹം പോലെ നടന്നില്ലല്ലോ. അതെന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടെയൊക്കെ ഒന്നും ദുബായിലൊക്കെ പോയിട്ട് തിരിച്ച് ഭർത്താവുമായിട്ട് വരുമ്പോഴത്തേക്ക് മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വരണമെന്ന്. അതൊക്കെ ചിലപ്പോ നടക്കും, അറിയാൻ പറ്റത്തില്ല. ഇനിയാ ഒരു കേസ് അന്വേഷണമായിട്ട് ദുബായിക്ക് കനമച്ചമ്പി പോകുമ്പോ വനിതാ പോലീസ് അങ്ങനെ ഞാൻ ശരി അടുത്ത കിട്ടുമായിരിക്കും. നമ്മളെ സ്റ്റീഫനച്ചാൻ പറയുന്ന കാര്യം കറക്റ്റ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ജീവിതം ഒന്നുള്ളൂ, അത് ആ സമയത്ത് തന്നെ ചെയ്തു തീർക്കണം. വെച്ചോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്തോ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? വീടിന്റെ കാവൽ. കാവലോ? അതെ. എന്ത് പറ്റി? മേലെ വീട്ടിൽ ലിലിപ്പെണ്ണ് മാത്രമേ ഉള്ളൂ, ഇവിടെ ആരുമില്ല. 2 വീടിന്റെ കാവൽ എന്നെ ഏൽപ്പിച്ചേക്ക്. ഇവിടുത്തെ ആംഗിളിൽ 2 വീടുകൂടെ ഒറ്റ ലുക്കി കിട്ടും. അതുകൊണ്ടാണ് ദൃശ്യത്തിലെ മോഹൻലാൽ കുട്ടി അങ്ങനെ ഇരിക്കുന്നത്. അതെന്ത് പറ്റി? കാവൽ ആളില്ലാത്തനാണോ കാവലിരിക്കുന്നത്? ഇവർ ഇന്നലെ അമ്മാന്റെ വീട്ടിലോട്ട് പോയി. അച്ചമ്പയ്ക്ക് 6 കൊല്ലം ഡ്യൂട്ടി, ഇന്ന് പണിക്ക് പോലും പോകാതെ എന്നെ ഇവിടെ ബൗൺസർ ആക്കിയേക്കോ. ബൗൺസറാ? എടാ ഈ സിനിമാ നടിമാരൊക്കെ ഉദ്ഘാടനത്തിന് പോകുമ്പോ ജിമ്മമാര് പോകത്തില്ലേ, കറുപ്പൊക്കെ ബോഡി ഗാർഡ്. അപ്പൊ ഇരിക്കല്ലേ ചെയ്യണ്ടത്? ഇങ്ങനെ നിൽക്കണം. അതേപോലെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ നോക്കിയിട്ട് നിൽക്കണം. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് വേണം. ബ്ലാക്ക് ഉണ്ടല്ലോ, ഷർട്ട് ബ്ലാക്ക് ഇല്ലല്ലോ. ബട്ടർസി ബ്ലാക്ക് ഉണ്ടല്ലോ. അത് ബ്ലൂ അല്ലേ? ബ്ലൂ. എവിടെ പോകുന്നു? ഞാൻ മറ്റൊരു ഇത് ജാറ്, മിക്സിയുടെ ജാറ് ജ്യൂസ് തുടങ്ങാൻ പോകാം. വീട്ടിൽ കംപ്ലൈന്റ് ആയിരുന്നു. അമ്മ പറഞ്ഞത് ശരിയാക്കിയിട്ട് വീട്ടിൽ കയറിയാൽ മതിയെന്ന്. താഴെ സുഖന്റെ ഇടയിൽ കൊടുക്കും. ഇല്ല, ഞാൻ ജോസേട്ടൻ്റെ ഇവിടെ കൊടുക്കാം. എടാ ജോസിന്റെ ഇടയിൽ കൊടുത്ത 100 രൂപ അല്ല, ഇത് ശരിയാക്കി ഇറങ്ങിയല്ലേ? ഞാൻ ശരിയാക്കി തരാം. ഓ ശരിയാക്കി തന്നാ മതി. വൈകിട്ട് തരാം. എന്തായാലും ജോസിന് 100 രൂപ കൊടുക്കണം. ആ 100 രൂപ ഞാൻ മതി. അല്ല, ജോസേട്ടൻ ഫ്രീ ആയിട്ട് ശരിയാക്കി തരും. ആര്? അയ്യോടിയേ, സ്വന്തം വീട്ടിലെ മിക്സ് ശരിയാക്കിയതിനെ പെണ്ണുമ്പിള്ളായിട്ട് അടി ഉണ്ടാക്കിയവനാവൻ. നീ ചെല്ല്. അങ്ങനെയല്ല, നമ്മൾ തമ്മിലുള്ള കമ്പനി അങ്ങനെയാണ്. ശരിയാക്കി തരും, ഫ്രീ ആയിട്ട് ശരിയാക്കി തരും. സീരിയസ്. പക്ഷെ ഞാൻ ഫ്രീ ആയിട്ട് ശരിയാക്കി തരത്തില്ല, എനിക്ക് പൈസ തന്നെ. എത്ര രൂപ? അതും പണി നോക്കി അതിന്റെ എഞ്ചിനൊക്കെ ഇളക്കുമ്പോ അറിയാം. അണ്ണാ അതിന് എഞ്ചിനൊന്നും ഇല്ല. അതിന്റെ ആ മറ്റേ കറങ്ങണ സാധനം ഒന്ന് മാറ്റിയാൽ മതി. അതാണ് അതിന്റെ എഞ്ചിൻ. അതിനകത്താണ് ആ സാധനം ഇരിക്കുന്ന അവിടെയാണ്. എത്ര രൂപ? 100 രൂപ? 50 രൂപ? ശരിയാക്കി വെച്ചേക്കാം. 50 രൂപ ശരിയാക്കി വെച്ചേക്കാം. നീ മറ്റേ വക്കീൽ സാറിന്റെ വീട്ടിലെ വണ്ടിപ്പണി പിടിച്ചേരാന്ന് പറഞ്ഞിട്ട് നീ അതുകൂടെ പറയാൻ വേണ്ടിട്ടാണ് ഈ റൂട്ട് ഇറങ്ങിയത്. എനിക്കല്ലെങ്കിൽ ഇതിലെ ഇറങ്ങാൻ എന്ത് വട്ടാ. അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ പോ. ഇന്ന് നടക്കത്തില്ല. ഇന്ന് വേണം. ഇന്ന് ഇവിടെ നാനങ്ങരെന്നും പറഞ്ഞ് പൈസയും തന്നിട്ട് നിർത്തിയേക്കോ. നാളെയാണെന്നുണ്ടെങ്കിൽ അത് നിന്നെ കൊണ്ട് പറ്റും. നീ അവരുടെ വണ്ടി ഓടുന്നില്ല. നീ പറഞ്ഞാൽ മതി നാളെ ആള് വരുമെന്ന് പറഞ്ഞാൽ മതി. നടപടിയുള്ള കേസ് ആവൂല. ഫ്രീ ആയിട്ട് ശരിയാക്കി തരും. 100 രൂപ കമ്മീഷൻ തരും. ഫ്രീ ആയിട്ട് ശരിയാക്കുമോ? 100 രൂപ കമ്മീഷൻ വരും. ബാക്കി മാറത്തില്ല. പണി എനിക്ക് തരണം. പണി തരാം. ഞാൻ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. സംസാരിച്ചേക്കോ. നാളെ പോയി എടുക്കാം നമുക്ക്. അപ്പൊ ഇന്ന് ഇവിടെ നനക്ക ഇല്ല. എങ്ങോട്ടും പോകണ്ട. ബ്ലാക്ക് ഷർട്ട് സെറ്റ് ചെയ്തിട്ടിരി ആയിരിക്കാം. ഒരു കമ്പ് കൂടെ. അപ്പൊ അത് ശരിയാക്കി വെച്ചേക്കണം, മറക്കല്ല്. വീട്ടിലെ അമ്മ കയറ്റൂല. ഞാൻ ഒന്ന് കറങ്ങിട്ട് വരാം. അപ്പോഴേക്കും ഇപ്പൊ അയാൾ വന്ന് അടിമയെ ഏൽപ്പിക്കുന്ന പോലാന്നല്ലോ പറഞ്ഞ പനിയായല്ലോ. നിങ്ങളൊന്ന് പണി ചെയ്താ ശരിയാക്കി വെച്ചേക്കാം. ശരി എന്നാ പോട്ടാ. ഓ മഞ്ഞണി മാമലമേല് കർപ്പൂര കടല് ായിരിക്കും കരയിൽ സ്വാമിതൻ. ഇതെവിടുന്ന് എപ്പ എങ്ങനെ ആര് കണ്ട് എവിടെ പോയി? ടൗണിൽ പോയി മേടിച്ചതാ. എന്റെ അമ്മേ, കൊള്ളാവോ? അടിപൊളി. എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്റെ കല്യാണത്തിന് മുമ്പുള്ള ലില്ലിപ്പെണ്ണ് തന്നെ. ആണോ? എത്ര വയസ്സ് ചെറുപ്പമായെന്ന് അറിയാം. സൂപ്പർ. പാന്റ് ഇച്ചിരി ലൂസായി പോയാ? അടിപൊളി. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാന്ന് പറഞ്ഞു. അല്ല അപ്പൊ മേടിച്ചിട്ട് ആ കടയിൽ നിന്ന് അത് ഇട്ടോണ്ടിഞ്ഞു പോന്നു? അല്ല, ഇട്ടോണ്ട് പോയ ഡ്രസ്സ് അവരുടെ അടുത്ത് പറഞ്ഞ് പാക്ക് ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിട്ട് അവിടുന്ന് ഇട്ടോണ്ട് പോന്നു. എന്ത് രസമാണോ. എന്നെ വെറുതെ പൊക്കി പറയണാണോ? കൊടങ്ങാവളം മാതാവാണ് ലില്ലിപ്പെണ്ണ. അടിപൊളിയാണ്. വിശ്വസിച്ച് അടിപൊളി. വിശ്വസിച്ച് വിളിച്ചേച്ചി. എന്റെ ദൈവമേ.
കൊള്ളാവോ? സൂപ്പർ. എന്താ പറയുന്നത്? നല്ലതാണോ സുലു ചേച്ചി? എനിക്ക് ചേരുന്നുണ്ടോ? പിന്നെ നന്നായിട്ട് ചേരണേ. സൂപ്പർ അല്ലേ പെണ്ണേ? ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോ ഞാൻ വെച്ച് മുത്തിന്റെ ഏതോ ഫ്രണ്ട് പറഞ്ഞു. പിന്നെ അത്രക്കൊന്നുമില്ല. ആണെന്ന് ഞാൻ മിക്സിയുടെ ചാറ് ശരിയാക്കിക്കൊണ്ടിരിക്കുക. വണ്ടി വന്ന് ലില്ലിപ്പണ്ണാതിരിക്കോ നോക്കിയപ്പോ ദേ സിനിമാ നടി വന്ന് മുമ്പിരിക്കുന്നു. പിന്നെ ആന്നടാ അടിപൊളി. ടൈറ്റ് ആണ്, കുഴപ്പമില്ലല്ലോ. സൂപ്പർ. ഇനി നീ ചുരിദാറൊന്നും കണ്ട ഇത് തന്നെ സ്ഥിരമായിട്ട് അട്ടങ്ങട് തോട്ടിക്കള. നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ട് സുലു ചേച്ചി. അപ്പൊ എപ്പോഴും ഈ സാരിയും ചുരിദാറൊക്കെ കൊടുത്തല്ലേ പോണത്. ഞാൻ ഒത്തിരി വെറൈറ്റി ആവട്ടെ എന്ന്. അപ്പൊ ഇത് കനകസാറിന്റെ സെലക്ഷനാ? ഏട്ടൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞില്ലേ? ഏട്ടൻ കണ്ടിട്ട് പോലും ഇല്ല, പറഞ്ഞിട്ടുമില്ല. ഞാൻ അപ്പൊ കാണുമ്പോ അറിയാം. അപ്പൊ പിന്നെ സാറിന്റെ സ്വഭാവം വെച്ച് ഇതൊക്കെ പിടിക്കുവോ? ലില്ലിപ്പണ്ണിന്റെ സന്തോഷാക്കാനാൻ പറ്റും ഇവിടെ വന്ന്. പുള്ളി കട്ട സപ്പോർട്ടായിരിക്കും അല്ലേ? കുഴപ്പമില്ലായിരിക്കും. ഏട്ടന് ഇഷ്ടമാണ്. കൊള്ളാം. ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരു വൃത്തിയോടുമില്ല. ഒരു ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റയിൽ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 1 മില്യൺ സിനിമ നടിയെ പോലെ ഉണ്ടല്ലേ? ആ ഓ സുലു ചേച്ചി. നാളെ ഫംഗ്ഷന് ഹൈലൈറ്റ് എന്റെ ലില്ലിപ്പണ്ണ് തന്നെ ആയിരിക്കോ? അത് മതി. കരാമച്ചമ്പി പോയില്ലേ ഏട്ടൻ? നാളെ വരത്തോളം പറഞ്ഞിട്ട് കൊള്ളാമോ? മച്ചമ്പി നാളെ വരത്തുള്ളൂ പറഞ്ഞ ഏട്ടാ ഇഷ്ടപ്പെട്ടില്ലേ? സാറിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അതാ മുഖത്ത് എഴുതി വെച്ചേക്കില്ലേ? അല്ല നീ അച്ഛൻ്റെ പറയാതെന്ന കടയിൽ പോയെ? പറഞ്ഞില്ല. ഞാൻ ഓർത്ത് ഏട്ടന് ഇഷ്ടപ്പെടുമായിരിക്കുമെന്ന്. പക്ഷെ ഇത് മേടിച്ചോണ്ട് വന്നിട്ട് പുള്ളി ഒന്ന് കാണിച്ചിട്ടിട്ടാ മതിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എപ്പോഴേ സാറിന് ഇതൊന്നും പിടിക്കൂല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടാ, ഇനി കുറച്ച് ജോലിയുണ്ട്. ലില്ലി പോണേ. ആ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും അല്ലേ? വഴക്ക് പറയുമായിരിക്കും. ദൈവം എനിക്ക് വയ്യ. ലില്ലിപ്പന്റെ സന്തോഷം കണ്ടപ്പം അല്ല സാർ, അല്ലല്ല ഞാൻ അല്ല വിഷമം അത് എന്തെന്നറിയാമോ സാറേ സംഭവം? സുഗത സാർ ഞങ്ങളോട് 4 പേരുടെ പോകാൻ പറഞ്ഞു. ശരി, ഓക്കെ, ഞങ്ങൾ ഡ്യൂട്ടി എടുത്തു. പക്ഷെ 2 പേര് മതിയായിരുന്നു. പക്ഷെ 4 പേര് സാറ് പറഞ്ഞ് നമ്മളിപ്പോൾ അനുസരിക്കുന്നു. സർക്കിൾ സാർ സുഗത സാറിനോടല്ലേ അത് പറയണ്ടത്? ഞങ്ങളെ വിളിച്ച് വഴക്ക് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ സുഗത സാർ കഴിഞ്ഞു, അതാ സംഭവിച്ചത്. ആ ഇല്ല അതെ, നമുക്ക് നന്നായി വീട്ടിൽ വന്നിരിക്കാമല്ലോ. കുഴപ്പമില്ല. ശരി സാർ. ഓ താങ്ക് യു, വിളിച്ചത് സന്തോഷം. മറ്റേ വർഷം എന്ത് നേരത്തെ ഇട്ടിരുന്ന എന്ത് ചെയ്ത്? അതൂരി. അതിന് അത് ഇഷ്ടപ്പെടാത്തോണ്ടല്ലേ ഏട്ടൻ മൂഞ്ഞയും വീർപ്പിച്ച് അകത്തോട്ട് കയറി വന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഏട്ടന്റെ മുഖം അങ്ങനെയായിരുന്നു. എടി അത് സ്റ്റേഷനിൽ 1-2 കാര്യങ്ങള് ഡ്യൂട്ടി മാറിയല്ലോ. പോകേണ്ടിയിരുന്നില്ല. 4 പേര് പോകേണ്ട കാര്യമില്ല, 2 പേര് പോയാൽ മതി എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ചെറിയ തർക്കം ഉണ്ടായി, കഴിഞ്ഞു. നീ അത് നല്ല രസം ഉണ്ടായിരുന്നില്ലേ അത്? ഇഷ്ടപ്പെട്ട ഏട്ടന്? പിന്നെ അടിപൊളി. 10 വയസ്സ് കുറഞ്ഞിരുന്നു. കൊള്ളായിരുന്നോ? പിന്നെ അയ്യോ, ഞാൻ വിചാരിച്ച ഏട്ടന് ഇഷ്ടപ്പെട്ടില്ല ഒന്ന്. അതെന്താ അങ്ങനെ പറയുന്നത്? ഇടി ഇഷ്ടം എന്ന് പറഞ്ഞതേ നിനക്ക് ഇഷ്ടപ്പെട്ടാ നിനക്കത് ഇടാം. അത് ഏത് വേഷം ഇടാമല്ലോ. സത്യാണോ? സത്യം ചേരുന്നുണ്ടോ എനിക്ക്? സൂപ്പർ ആയിരുന്നു. നീ കംഫർട്ടബിൾ അല്ലേ? അതറിഞ്ഞാ പോരേടി. നമുക്ക് നമ്മളൊരു വേഷം ഇടുമ്പോ അത് നമുക്ക് ചേരുന്നോ നമ്മൾ നോക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, ഇട്ടതിന് ശേഷം പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ആക്കുക. പിന്നെ ഇറക്കി ഇങ്ങനെ ഇട്ട് ചമ്മരുത്. നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ ഓക്കെ. അതിട്ടുണ്ട് പോവാലോ. പിന്നെ നാളെ അതിട്ടുണ്ടാണ് പോകുന്നത്. ആണോ? ആ എന്നാ ഞാനത് ഒന്നും കൂടി ഇട്ടുണ്ട് വരട്ടെ. ഇട്ടുണ്ട് വാ. ആ